ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടൊമാറ്റോ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാസ്മതി റൈസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ ടൊമാറ്റോ റൈസ് ചെയ്യാൻ പോവാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോളയും തക്കാളി ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം, കട്ട് ചെയ്തൊക്കെ എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം, അതായത് മെയ് 30 ആയിരുന്നു നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ദേവികയുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. 1ാമത്തെ ബർത്ത്ഡേ ആണ് ആഘോഷിച്ചത്. 2ാമത്തെ കുഞ്ഞാണ്. മോളുടെ പേര് ശിവാനിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ മോൾക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ നേരത്തെ തന്നെ വോയിസ് ഓവർ കൊടുത്തു വെച്ചതുകൊണ്ട് അതിൽ പറയാനായിട്ട് പറ്റിയില്ല കേട്ടോ, വിട്ടുപോയതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ആ മോൾക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ആരോഗ്യ സൗഖ്യത്തോടെ എല്ലാവിധ നന്മകളോടും കൂടി ജീവിക്കാനായിട്ട് സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശിവാനിയ മോൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ബർത്ത്ഡേ വിഷസ് അറിയിച്ചേക്കണേ. അപ്പോൾ 1 വയസ്സ് ആഘോഷിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞപ്പോഴും കുറേ പേര്, ഒത്തിരി സഹോദരിമാരാണ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിച്ചത്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. കാരണം നമുക്ക് അറിയാത്ത, എവിടെയോ ഇരുന്ന് ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന, നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ ആരെയും കാണുന്നില്ല. അപ്പോൾ വെറും ഒരു വീഡിയോയിലൂടെ മാത്രം കണ്ട് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ നിങ്ങളുടെ കുടുംബം പോലെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ ഹസ്ബൻഡും ഒരുപാട് ഹാപ്പിയായി. ഒത്തിരി പേര് ഇങ്ങനെ കമൻറ്റ് ഇടുന്നത് കണ്ടിട്ട് ഹസ്ബൻഡ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു താങ്ക്സ് പറഞ്ഞേക്കണേന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരോടും വീണ്ടും ഒരു നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഇപ്പോൾ റുട്ടീനൊന്നും നേരെ ചൊവ്വയെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു മാനസികമായിട്ടൊരു വിഷമം ഉണ്ട് എന്നൊക്കെ. അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടു കാണും, ന്യൂസിൽ ഒരു പുതിയൊരു വാർത്ത കണ്ടില്ലേ, ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ന്യൂസ് കേട്ടപ്പോൾ തൊട്ട് മാനസികമായിട്ടുള്ള വിഷമം കൂടിയിട്ടേ ഉള്ളായിട്ട്. എല്ലാ അമ്മമാരെ പോലെ തന്നെ ഞാനും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ന്യൂസുകളൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല. അങ്ങനെ ഇപ്പോൾ ടി വിയിലാണെങ്കിൽ പോലും ഇങ്ങനത്തെ ന്യൂസുകൾ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചാനൽ മാറ്റും കേട്ടോ. പിന്നെ യൂട്യൂബിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ ന്യൂസുകൾ എൻ്റെ ഹോം പേജിൽ വരാറില്ല. കാരണം ഞാൻ ഇത്തരം ന്യൂസുകളൊന്നും യൂട്യൂബിൽ കാണാറില്ല. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയത്, കഴിഞ്ഞ ദിവസം ഞാൻ തഞ്ചാവൂർ പോകുന്ന ഫോട്ടോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ഞാൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്കൊരു മെമ്മറീസിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ ഇത്രയും സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഫേസ്ബുക്കിൽ ഞാനിങ്ങനെ ഫോട്ടോസ് ഇടാറുണ്ട്. അപ്പം അങ്ങനെ കഴിഞ്ഞ ദിവസം ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഫോട്ടോസും വീഡിയോസാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പം ഞാൻ പലതവണ അത് സ്കിപ്പ് ചെയ്ത് പോയെങ്കിലും പിന്നെയും ന്യൂസ് ഫീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ, ഹോം പേജിൽ. എനിക്ക് ഇത്തരത്തിലുള്ള ന്യൂസുകൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ കുറച്ച് ദിവസത്തേക്ക് ഉറങ്ങാനേ പറ്റില്ല കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുടെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ, പ്രത്യേകിച്ച് കൊലപാതകം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണാറേ ഇല്ല കേട്ടോ. വളരെയധികം എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും മനസ്സിന് കട്ടിയില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുകയും പിന്നെ കുറച്ച് നാളത്തേക്ക് ഉറക്കം കിട്ടാതാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കരയാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് എൻ്റേത്. അപ്പോൾ ഓൾറെഡി ഞാൻ എന്തൊക്കെയോ കാര്യങ്ങളിൽ അസ്വസ്ഥയായിരുന്നു. പക്ഷെ അതിനിടയിൽ ഈ ഒരു ന്യൂസും കൂടി കേട്ടപ്പോൾ മാനസികമായി വല്ലാണ്ട് അങ്ങ് തളർന്നു പോയി. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും യൂട്യൂബിലും ചാനലിലും ഒന്നും ഞാൻ ഈ ന്യൂസിനെ പറ്റി ഒന്നും പിന്നീട് കേട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. നിങ്ങളും ഈ ന്യൂസ് കേട്ട് കാണും. അപ്പോൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന, മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ന്യൂസിൽ കാണുന്നതല്ലേ. എനിക്കിങ്ങനത്തെ ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ കേൾക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. കാരണം ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് പെട്ടെന്ന് വിഷമവും സങ്കടമൊക്കെ വരുന്നത് കൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അപ്പം എൻ്റെ മനസ്സിനെ കാമായിട്ട് വെക്കാനും എനിക്ക് സന്തോഷം കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത്തരം ന്യൂസുകൾ ഞാൻ കാണാതിരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ നിങ്ങളോട് ഇതൊന്നും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിനിടയിൽ തന്നെ നമ്മുടെ ഈ തക്കാളി ഉണ്ടല്ലോ, തക്കാളിയൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് തക്കാളി സാദം ചെയ്യുന്നത് കുക്കറിലാണ്, ബാസ്മതി റൈസിലാണ് ചെയ്യുന്നത്. സാധാരണ പൊന്നി റൈസിലാണ് എപ്പോഴും ചെയ്യാറുള്ളത്, പക്ഷേ ഇത്തവണ ബാസ്മതി റൈസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച്
പെരുംജീരകം ഇട്ട് കൊടുത്തു. പെരുംജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ്, കറിവേപ്പിലകൾ ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് സവോളയും പച്ചമുളകും വഴറ്റിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 തക്കാളി എടുത്തു. അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അതാണ് കാശ്മീരി മുളക് പൊടി, വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഗരം മസാല ചേർക്കാം. ഞാനിപ്പോൾ ഗരം മസാലയ്ക്ക് പകരമാണ് പെരുംജീരകം ചേർത്തത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗരം മസാല ഇല്ല കേട്ടോ, തീർന്നു പോയി. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഗരം മസാല ഞാൻ വീട്ടിൽ ചെയ്യുന്നതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് പൊടികളൊക്കെ പച്ചമണം പോയതിന് ശേഷം തക്കാളി ആയിട്ടൊന്ന് നല്ലോണം വേവിച്ച് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ബാസ്മതി റൈസ് നമ്മൾ ഒരു 20-30 മിനിറ്റോളം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഇട്ട് കൊടുത്തിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് തികയില്ല എന്ന് തോന്നിയപ്പോൾ വീണ്ടും ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, ചെറു ചൂടുള്ള വെള്ളമാണ് ഈ അരിയിലേക്ക് ഇട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം കുക്കറിൽ വെച്ച് അടച്ചു വെച്ച് ഒരേ ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതിയേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി സാദം കുക്കറിൽ റെഡിയാവും. ഈസിയാണ്. പെരുംജീരകം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കടുക് താളിച്ചാൽ മതി. ഞാനിപ്പോൾ പെരുംജീരകം ഇട്ടത് നല്ലൊരു ബിരിയാണിയുടെ ടേസ്റ്റ് വരാനാണ്. പിന്നെ ബാസ്മതി റൈസ് തന്നെ എടുക്കണമെന്നില്ല, പൊന്നി റൈസ് എടുത്താലും മതിയേ. കൈമ റൈസിൽ അങ്ങനെ ചെയ്യത്തില്ല തക്കാളി സാദം. ബാസ്മതി റൈസിൽ ചെയ്യാം. അതും ഞാൻ വല്ലപ്പോഴുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂൾ തുറന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പീസ് വേണമെന്ന് 1-2 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. കഴിഞ്ഞ വർഷവും ഞാൻ ഒരുപാട് തവണ ടൊമാറ്റോ റൈസൊക്കെ ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ ഇപ്പോഴാണ് ഞാൻ ചെയ്ത് നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഒരു സാലഡും പിന്നെ മുട്ടയൊന്ന് ചിക്കി പൊരിച്ചതാണ്, ഇല്ലെങ്കിൽ ബുൾസയോ അല്ലെങ്കിൽ ഓംലെറ്റോ അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ മുട്ടയും കൂടി അല്ലെങ്കിൽ പുഴുങ്ങി കൊടുത്താലും മതി മുട്ട. അപ്പോൾ ഇത്രയും മതി. ഇല്ലെങ്കിൽ ഒരു പപ്പടം വേണമെങ്കിൽ പപ്പടം, അച്ചാറൊക്കെ ഇടാം, എന്നാൽ കുറച്ചും കൂടി റിച്ച് ആവും. പിന്നെ നമ്മൾ ഈ തക്കാളി സാദം ചെയ്ത സമയത്ത് അതിനകത്ത് കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്, മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുന്നത് കേട്ടോ. പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്. ഞാനിങ്ങനെ ക്ലീനിങ് ഉള്ള ദിവസങ്ങളിൽ ഒന്നെങ്കിൽ രാവിലെ തന്നെ എല്ലാം ചെയ്ത് വെക്കും. ഇപ്പോൾ ആമിക്ക് സ്കൂളില്ല, വെക്കേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റൈസ് ചെയ്തത് കേട്ടോ. കൂടുതലും ഞങ്ങളിങ്ങനെ വെറൈറ്റി റൈസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഒരൊറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. 1.25 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് ബാസ്മതി റൈസിനാണ് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് കുറച്ച് ദിവസമായിട്ടൊരു കാര്യം പറയണമെന്ന് തോന്നിയതാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ലൈഫിൽ ഇങ്ങനെ സ്റ്റക്കായി പോവല്ലേ. നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്നായിരിക്കുള്ളൂ നമുക്ക് ഒരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നമുക്ക് എന്തോ ഒരു വിഷമം ഉള്ളിൽ തട്ടിയിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതായിരിക്കാം. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ റീസൺ പോലും നമുക്ക് അറിയത്തില്ല. അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ലൈഫിന് പെട്ടെന്നൊരു ബ്രേക്ക് വീണതുപോലെ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ലൈഫ് ഒന്ന് തിരിച്ചു പിടിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നും. ചില സമയത്ത് നമ്മൾ ആ ഒരു ടെൻഷനിലിരിക്കുമ്പോൾ അതൊന്നും തോന്നത്തില്ല. നമുക്കതങ്ങ് എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചാൽ മതി എന്ന് തോന്നുമല്ലേ. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് മാസങ്ങൾ, വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് പ്രായമൊക്കെ ഒന്ന് കൂടി വരുമ്പോഴായിരിക്കുള്ളൂ നമ്മൾ വിചാരിക്കുന്നത്, ഷോ അന്ന് എന്തായാലും നമ്മുടെ ലൈഫ് വെറുതെ വേസ്റ്റ് ആക്കണ്ടായിരുന്നു, കുറച്ചും കൂടിയൊക്കെ നമുക്ക് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് തോന്നുമല്ലേ. അപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഒരു 4-5 വർഷം മുന്നേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനും ഇങ്ങനെ ലൈഫിൽ സ്റ്റക്കായി നിന്നിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുള്ളൂ. കാരണം അനാവശ്യമായി മറ്റുള്ളവർക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ആളുകളെ ഞാൻ ആവശ്യമില്ലാതെ വിശ്വസിക്കുകയും അനാവശ്യമായി ആളുകളെ ജീവിതത്തിലേക്ക് വലിച്ചഴക്കുകയും ചെയ്തതിൽ എനിക്ക് കിട്ടിയ വലിയൊരു പണിയായിരുന്നു അതൊക്കെ. പിന്നീട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയൊരു മൊമെൻ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ഒരു മൊമെൻ്റ് വരും. അങ്ങനെ ഒരു മൊമെൻ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രമാത്രം മാനസികമായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ലൈഫിൽ അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കാട്ടോ. അതിന് മറ്റുള്ളവരാരും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല, നമ്മൾ തന്നെ സ്വയം വിചാരിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൊറോണ വന്ന സമയത്ത് എല്ലാവർക്കും പേടിയായല്ലേ, നമ്മൾ പെട്ടെന്ന് മരിച്ചു പോവോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതോടെ അവസാനിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആളുകൾ ഇപ്പോഴുള്ള അതായത് പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിച്ചു പോകാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒത്തിരി പേര് എനിക്ക് പേഴ്സണലി അറിയാം. ഈവൻ ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം മരണം നമ്മുടെ
നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുവാണല്ലോ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് സംഭവിക്കാം എന്നുള്ളൊരു രീതിയിലല്ലേ നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ളൊരു കൊതി തോന്നുമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വേണമെന്നല്ല ഞാൻ പറയുന്നത്, അത് നമ്മളെ ഭയപ്പെടുത്തുകയുള്ളൂ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ജീവിക്കണമെന്ന്, മുന്നോട്ട് പോകണം എന്നൊരു വാശി തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ തന്നെ മനസ്സിൽ വെച്ചാലേ പറ്റുള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുവാണ്, നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ളൊരു ധൈര്യമില്ല അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വയം നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിക്കുക, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ, ഇതാണോ എൻ്റെ ലൈഫ് എന്നൊക്കെ. ഒരുപാട് വീട്ടമ്മമാർ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും അവർക്ക് നല്ലൊരു റുട്ടീൻ പോലും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. എനിക്ക് പേഴ്സണലി അറിയാമെന്നുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഒരു മന്ദത തോന്നുകയും അല്ലെങ്കിൽ നമുക്ക് എന്തിനാണ് ഇനിയിപ്പോൾ നമ്മളൊരു വീട്ടമ്മയല്ലേ, ഇത്രയൊക്കെ മതി, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇന്ന് തൊട്ട് സ്വയം നിങ്ങൾ തന്നെ ഒന്ന് റീചാർജ് ആവുക. നിങ്ങൾ തന്നെ ഒരു ജേണലൊക്കെ എഴുതുക കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ഒരു പേപ്പറിൽ എഴുതി അതങ്ങ് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ ഡസ്റ്റ്ബിനിൽ ഇടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങൾ ഇതുവരെ കൊണ്ട് നടന്ന ആ ഒരു ഭാരം ഇറക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്ത് ആ ഭാരം അങ്ങ് ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി ആശ്വാസം കിട്ടും. പിന്നെ എപ്പോഴും ഒരു കാര്യം മാത്രം ചിന്തിക്കേണ്ടത്, നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ഹാപ്പിയാക്കി കൊണ്ടുപോയാലേ പറ്റുള്ളൂ. വേറെ ആരും വന്ന് അതിന് ഹെൽപ്പ് ചെയ്യത്തില്ല. കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു സഹോദരി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ദേവപ്രിയ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. വളരെ വിഷമിച്ചാണ് കേട്ടോ കമന്റ് ഇട്ടത്. അപ്പോൾ ആ അനുഭവം ഒന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ മാനസികമായി ആകെ തളർന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം പോലും നേരെ ഉണ്ടാക്കുന്നില്ല, കഴിക്കുന്നില്ല. ഭർത്താവിന് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കമന്റ് വായിച്ചിട്ട് അതിനൊരു മറുപടി തരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കമന്റ് ഇട്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമന്റ് ഇട്ട ഉടനെ തന്നെ ഞാൻ കണ്ടപ്പോൾ വളരെ വിശദമായിട്ടൊരു ലോങ് റിപ്ലൈ തന്നെയാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ അവരോട് പറഞ്ഞതും ഇതേ കാര്യമാണ്. നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ. നമ്മുടെ ലൈഫ്, ആരുടെയും ലൈഫ് പ്രഡിക്റ്റബിൾ അല്ലല്ലേ. അടുത്ത നിമിഷം എന്ത് നടക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അപ്പം കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ലൈഫിൽ എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക കേട്ടോ. ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കോൺഫിഡൻസോട് കൂടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ അനാവശ്യ ചിന്തകൾ കയറി വന്നിട്ട് അതൊന്നും ശരിയാവില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എന്നും ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വട്ടം തിരിക്കുന്നത് അല്ലേ. നമുക്ക് പിന്നെ മുന്നോട്ട് ജീവിക്കാനുള്ളൊരു ഊർജ്ജം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളൊരു മനോഭാവത്തിൽ ജീവിക്കണം. അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് എന്തും നേരിടാൻ കഴിയും, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും നല്ല റിസൾട്ടായിരിക്കും, നമുക്ക് അനുകൂലമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. ഒരു 5-6 വർഷം മുമ്പ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു വലിയൊരു ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ അന്ന് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ച് തുടങ്ങിയെടുത്ത് നിന്നാണ് ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ആതിരയുടെ ലൈഫ് നിങ്ങൾ കാണുന്ന കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടൊരു ജീവിതം തന്നെയാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയതെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. എൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നതാണ്, എല്ലാ മനുഷ്യരുടെ ലൈഫിലും പ്രശ്നങ്ങളും സ്ട്രഗിൾസും ഒക്കെ വരും. അപ്പോൾ ഒരു പോയിന്റിൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടും. നമുക്ക് മുന്നോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ നമ്മൾ നട്ടം തിരിഞ്ഞു നിൽക്കും. ആ സമയത്ത് നമ്മളെ ആരും ഹെൽപ്പ് ചെയ്യത്തില്ല. ഒരു പക്ഷേ നമ്മളെ മറ്റുള്ളവർ മോട്ടിവേറ്റ് ചെയ്താലും നമുക്ക് ആ ഒരു സമയത്ത് ഒരു മോട്ടിവേഷനൊക്കെ തോന്നുമെങ്കിലും നമ്മൾ സ്വയം മനസ്സ് വെച്ചാൽ മാത്രമേ മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബെസ്റ്റ് ആക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. ഓരോ സെക്കൻഡും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. ഓരോ മൊമെൻറ്റും നമ്മുടേതാണെന്ന് വിചാരിച്ച് ഈ ഭൂമിയിൽ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചൊക്കെ ജീവിച്ച് പോവാട്ടോ. അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ കുറച്ച് കൂടി പോയി എന്നറിയാം. ഇപ്പോൾ ഇതിനിടയിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗരം മസാല അരച്ചിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുന്നില്ല കേട്ടോ. ഞാൻ എല്ലാ സ്പൈസസും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ മീഷോയിൽ നിന്ന് വീണ്ടും ഞാൻ കുറച്ച് ഡ്രസ്സസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാനൊന്ന് കംഫർട്ടിലൊന്ന് കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം. ഒന്ന് ആൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ട്, ചിലതൊക്കെ സൈഡൊക്കെ അടിച്ചെടുക്കാനുണ്ട്. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മളൊരു ടേബിൾ
മാറ്റ് അല്ല, അതൊരു സോഫ കവറായിരുന്നു. അത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സോഫയിൽ അത് പാകമാകാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ ഡൈനിങ് ടേബിളിലാണ് അത് ഇട്ടേക്കുന്നത്. നല്ല സൂപ്പർ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ. അപ്പോൾ എന്തായാലും ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സോഫ കവർ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സോഫ കവറായിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ ഡൈനിങ് ടേബിളിൻ്റെ മാറ്റായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് കവറും കൂടി ഇട്ടിട്ടുണ്ട്, ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എൻ്റെ സോഫയ്ക്ക് ലെങ്ത് കൂടുതലായതുകൊണ്ടാണ്. അത് നമ്മൾ മറ്റേ സോഫ കം ബെഡ് എടുത്തത് കൊണ്ടാണ് അത്രയും അകലവും വീതി നീളമൊക്കെ കൂടുതൽ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതും കടയിൽ നിന്ന് മേടിക്കുന്നത് പോലും എനിക്ക് ആ സോഫയിൽ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഡൈനിങ് ടേബിൾ ഇട്ടപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയേ. 2 പീസുണ്ട്, അതിൽ ഒരെണ്ണമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ 2-3 ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള ക്ലിപ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കാണിച്ച ഡേ നടന്നിട്ടുള്ള കാര്യങ്ങളല്ല പിന്നീട് കാണിച്ചേക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനും ആമിയും കൂടി മനോരമ മാക്സിൽ ഖുഷി എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു കാർട്ടൂൺ വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ മലയാളം കാർട്ടൂൺ അധികം കാണാറില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സ്റ്റോറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അങ്ങനെ കുറച്ച് എപ്പിസോഡുകൾ ഇരുന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. 12 എപ്പിസോഡ് എന്താണ് വന്നിട്ടുള്ളത്. അതെല്ലാം ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഹസ്ബൻഡിനും കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനങ്ങനെ കാർട്ടൂണുകളൊന്നും അധികം അങ്ങനെ കാണാറില്ല. എന്നാലും ആമിക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ട് അവളോടൊപ്പം ഇരുന്ന് കാണാറുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നുകൊണ്ട് മക്കൾക്ക് കാണാനൊന്നും പറ്റില്ല എന്നറിയാം. എന്നാലും നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നല്ല കഥയാണ്, നല്ലൊരു സ്റ്റോറിയാണ് ഇതിൻ്റെത്. വിഷ്വൽ ട്രീറ്റുമാണ് ഈ ഒരു കാർട്ടൂൺ. ഇത്രയൊക്കെയല്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Thanks for watching.